വാടാ ഇവിടെ. വരെ വരെ നിന്റെ പ്രവൃത്തിയും പെരുമാറ്റമൊക്കെ വഷളാവാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാകാറാവുമ്പോ എല്ലാം ശരിയായിക്കോളുമെന്ന് കരുതി ഞാൻ ഒന്നിലും ഇടപെട്ടില്ല. അത് തെറ്റായിപ്പോയെന്ന് ഇപ്പോ മനസ്സിലായി. മതി, ഇനി ഈ കളി തുടരണ്ട. എസ്റ്റേറ്റിലേക്ക് പോകാൻ തയ്യാറായിക്കോ. ഇനി എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നീ നോക്കിയാൽ മതി. എനിക്ക് വയസ്സായി. അവിടെ ആവുമ്പോ കൂട്ടുകാരൻ കമ്പനിയൊന്നുമില്ലല്ലോ. രാമൻപിള്ള കൂടെ വരും. ഉടനെ ഒരു അരി. അതെ, നാളെ തന്നെ. ഇനി ഇവിടെ നിന്നാൽ ഈ കൂട്ടുകെട്ടും ക്ലബും ഒക്കെ ആയിട്ട് എനിക്ക് നീ ഒരുത്തനേ ഉള്ളൂ. ചുമതല എന്താണെന്ന് പഠിക്കാൻ ഇപ്പോൾ തന്നെ വളരെ വൈകിയിരിക്കുന്നു. പക്ഷെ ഡാഡി വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പറയുന്ന അനുസരിച്ചാൽ മതി. ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊച്ചുമുതലാളിയോട് ചോദിക്കുമോ എന്നായിരുന്നു എന്റെ ഭയം. ദൈവാധീനം കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എസ്റ്റേറ്റിലാകുമ്പോൾ ഒരു ശല്യവും. നോ സൊസൈറ്റി, നോ ക്ലബ്, നോ ഗേൾ ഫ്രണ്ട്സ്, നോ ബോയ് ഫ്രണ്ട്സ്, ഓൺലി വർക്ക് 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 വർക്ക്. താൻ അധികം സംസാരിക്കണ്ട. താൻ എസ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടവരോടൊക്കെ സംസാരിച്ച് നിൽക്കാതെ അവനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ശരി മുതലാളി. സെന്റർ കഞ്ഞിട്ടിയാൽ ആശാൻ ഗോടിച്ചു തന്നെ. ആശാനങ്ങ് പോയാൽ ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ്. ഈ ക്ലബ്ബ് എന്നെ അങ്ങ് പൂട്ടേണ്ടി വരും. സുധ ഇതറിഞ്ഞാൽ ആകെ അപ്സെറ്റ് ആകും. ഞാൻ പോകുന്നില്ല. എസ്റ്റേറ്റിലും പോകുന്നില്ല, വീട്ടിലും പോകുന്നില്ല. പ്രിയപ്പെട്ട വേണുവേട്ടന് അച്ഛന് ഹൈ റേഞ്ചസിലേക്ക് ട്രാൻസ്ഫർ ആയി. പുതുതായി വീട് മാറുമ്പോൾ ഞാൻ കൂടി ചെല്ലണമെന്നാവശ്യപ്പെട്ട് അമ്മയും അച്ഛനും വന്നിരിക്കുന്നു. ഹോളിഡേസ് ആണല്ലോ, ഞാൻ കൂടി പോകുന്നു. കണ്ടു പറയാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. അഡ്രസ് താഴെ കുറിക്കുന്നു, അറിയിച്ചിട്ട് വരുമല്ലോ. ഞാൻ കാത്തിരിക്കും. സ്വന്തം സുധ. സുഹൃത്തുക്കളെ, ഞാൻ ഉടനെ പോകുന്നു പീരിമേട്ടിലേക്ക്. എസ്റ്റേറ്റിലും പോവില്ല, വീട്ടിലും പോവില്ല എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ ഫ്രണ്ട്സ്. ഗുഡ് ബൈ. See you after coming from Pyramid. Goodbye. Goodbye everybody. Goodbye. Goodbye. Hey, Sudha. ഹായ് വേണുവേട്ട. സത്യം പറയൂ വേണുവേട്ട, എനിക്ക് വേണ്ടി മാത്രം വന്നതോ അതോ എസ്റ്റേറ്റ് കാര്യങ്ങൾക്കോ? അതാണ് ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത്. എന്നെ അയച്ചത് ഒരു കാര്യത്തിൽ, ഞാൻ വന്നത് മറ്റൊരു കാര്യം. എന്നുവെച്ചാൽ ഞാൻ അവിടെ നിന്നാൽ കൂട്ടുകൂടി നശിച്ചു പോകുന്നു ഫാദേഴ്സിനൊരു തോന്നൽ. പോയി എസ്റ്റേറ്റ് കാര്യം നോക്കടാന്ന് പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ ഫ്രണ്ട്സ് ഇല്ലല്ലോ. ഞാൻ ആകെ വലഞ്ഞു. അണ്ടർഗ്രൗണ്ടിൽ അവിടെ എങ്ങനെ കഴിയാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നിന്റെ കത്ത് കിട്ടി. ഉടനെ പുറപ്പെട്ടു നിന്നെ കാണാൻ. സത്യം? എന്താ സംശയം? നിന്നെ കാണാതെ ഈ എസ്റ്റേറ്റ് കാര്യം നോക്കി എനിക്കിവിടെ കഴിയാൻ സാധിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കൊച്ചുമുതലാളി, എന്താ? ദേഷ്യം തോന്നുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഏതായാലും രാമപിള്ളക്ക് ചോദിക്കാൻ തോന്നില്ലേ? ചോദിച്ചോണം. അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓഹോ, എന്നാൽ ചോദിക്കണ്ട. എന്നാൽ ഇല്ലാതെയും ഇല്ല. അതായത് മറ്റേ ജിക് 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 ജിക്. ജിക് 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 ജിക്കോ? ആ അതെ. ഓ, അത് ജിക് 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 ജിക്കൊന്നുമല്ല. അവളുടെ പേര് സുധ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ്. ചതിച്ചു? ചതിച്ചൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. വളരെ താമസിയാതെ വിവാഹവും കഴിക്കും. ഹോൾഡിംഗ്.
ആ ഞാൻ തന്നെ. പറയൂ. കല്യാണം അത്രയ്ക്കായോ? പിന്നെ തന്നെ എന്തിന് കുന്തത്തിനാ ഞാൻ അങ്ങോട്ട് അയച്ചേ? ഞാൻ എന്ത് ചെയ്യാനാണ് മുതലാളി? എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു. അത് ശരി. അപ്പോ അവളുമായി പ്ലാനിട്ടാണ് അവൻ അങ്ങോട്ട് വന്നത്.